നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴ പെയ്ത് തുടങ്ങി, അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് കപ്പ കിട്ടിയായിരുന്നു, കപ്പയും കുറച്ച് മത്തിയും കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് കപ്പയും മത്തിക്കറിയും നമുക്ക് ഒന്നുണ്ടാക്കി നോക്കിയാലോ, നാടൻ സ്റ്റൈലിൽ അത് വരും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ മെനുവിലേക്ക് പോകാം. കമ. അപ്പോൾ അത് കപ്പയും മീൻകറിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കപ്പ ചെറുതായിട്ട് അരിഞ്ഞ കപ്പ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് ഉടച്ചു വെച്ചേക്കുന്നത് ഇത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ചുമന്ന മുളകും കൂടെ ഇട്ട് കൊടുക്കണം. ചുമന്ന മുളക് വെറുതെ മുറിച്ചിട്ടുള്ളൂ. അതൊന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചുടച്ച് വെച്ചേക്കണ കപ്പ ചേർത്തിളക്കാം. അപ്പോൾ ഇളക്കിയ കപ്പ റെഡിയായി, കപ്പയുടെ ഭാഗം റെഡി. ഇതിപ്പോൾ നമുക്ക് മീൻകറി കൂട്ടി കഴിക്കാൻ നന്നായിരിക്കും. ഉള്ളിയും ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല, അത് നമ്മളിപ്പോൾ മീൻകറി ഒഴിച്ചല്ലേ കഴിക്കണത്, അത്രയും മതി. നല്ലോണം അങ്ങ് മിക്സ് ചെയ്തു. കപ്പ റെഡി. ഇത് മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചു. അത് ചൂടായി തുടങ്ങി. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചട്ടി വെച്ചു, അതിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായി തുടങ്ങി. അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയ ഉള്ളിയാണ് ചേർത്തേക്കുന്നത്. നല്ലോണം ഒന്ന് ഇത് വഴണ്ട് വരട്ടെ, മുരിഞ്ഞ് വരട്ടെ. മുരിഞ്ഞ് വരുന്നതിന് വരെ നിൽക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം വഴന്ന് വന്നു തുടങ്ങി. അതിലേക്ക് നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. ഇത് നല്ലോണം ഇളക്കിയിട്ട് ലാസ്റ്റ് സിമ്മിൽ വെച്ചിട്ടേ മുളക് പൊടി ഇടാൻ പാടുള്ളൂ, പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മളൊരു 1.5 സ്പൂൺ മുളക് പൊടിയും ചേർത്തു. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കണ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലോണം ഇളക്കി ഒന്നാണ്. ഈ ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. അടിപൊളി. പിന്നെ കളറ് കണ്ട നല്ല വ്യത്യാസമല്ലേ. അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സിമ്മിലിട്ട് അതിന് തീയ കൂട്ടി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു 3 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കുകയാണ്. കുടംപുളി ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളക്കട്ടെ. നല്ലോണം വന്നിട്ട് ഒന്ന് തിളക്കട്ടെ. അതിലേക്ക് നന്നാക്കി വെച്ചേക്കണം മത്തി കഷ്ണങ്ങൾ നല്ലോണം തിളച്ചു. അതിലേക്ക് നമ്മൾ മത്തി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ജൂൺ ജൂലൈ മാസം വരുന്ന മത്തിക്ക് നല്ല സ്വാദായിരിക്കും. അതിൽ മുട്ട ഉണ്ടാവും, നല്ല സ്വാദും ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം. മത്തിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം.
കുറച്ച് വെള്ളം ഒഴിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുറകെ തേങ്ങാപ്പാലൊക്കെ വരുന്നുണ്ട്. തേങ്ങാപ്പാലൊക്കെ നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ മത്തി നല്ലോണം വെന്തു. അപ്പം അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരുപാട് തിളയ്ക്കണ്ട, ഒന്ന് നല്ലോണം തിളയ്ക്കണം, അത്രയും മതി. അപ്പോൾ മത്തി മുന്നേ തന്നെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി ഒരു നല്ലോണം ഒരു തിള വന്നാൽ നിർത്താം. അപ്പോൾ മത്തിക്കറി റെഡിയായി. പാലൊഴിച്ചു, നല്ലോണം തിളച്ചു. അപ്പം എന്നിട്ട് അല്പം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ പാകമാണോന്ന്. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കായിരുന്നു നേരത്തെ. ഉപ്പൊക്കെ പാകമാണ്, ഞാൻ ചേർത്ത ഉപ്പ് പാകമാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂട്ടി വേണമെങ്കിൽ പാകം പോലെ ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ മത്തിക്കറി റെഡിയായി. ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ കപ്പയും. കപ്പ പിന്നെ നന്നായിട്ടുണ്ട്. മത്തിക്കറി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തു. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പം നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും ഒരു കിടിലൻ കുക്കിംഗ് ബ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയുള്ള കമൻസും സജഷൻസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.